ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് കൊലപ്പെടുത്തിയത്. ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകം മുഴുവൻ ഭീകരവാദത്തെ അനുകൂലിക്കുന്ന പല സംഘടനകളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നിരന്തരമായിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു പ്രതിഫലനം നമ്മുടെ രാജ്യത്തും ഉണ്ടായി എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യം തന്നെയാണ്. അത് ഏറ്റവും പ്രധാനമായിട്ട് ജമ്മു കാശ്മീരിൽ പല സംഘടനകളും വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്ലക്കാർഡുകളുമായി അതോടൊപ്പം തന്നെ ഹിസ്ബുള്ള തലവന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടെല്ലാം മുന്നോട്ട് വന്നിരുന്നു. ഇതിൽ പ്രധാനികളായിട്ടുള്ളത് വർഷങ്ങളായിട്ട് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള നമ്മുടെ സൈനികർക്കെതിരെ നിരന്തരമായിട്ട് കല്ലുകൾ എറിഞ്ഞിരുന്ന ഒരു വലിയ വിഭാഗം ആളുകളാണ് ഈ പറയുന്ന ക്രൂരമായിട്ടുള്ള കൃത്യം, രാജ്യദ്രോഹപരമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. കല്ലേറ് നടത്തുന്ന ആളുകൾക്ക് ഇന്ന് സ്വൈര്യമായിട്ട് ജമ്മു കാശ്മീരിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിച്ചത് നരേന്ദ്രമോദി സർക്കാർ ആയതിന്റെ പേരിൽ തന്നെയാണ്. ഈ ഹസൻ നസ്രുള്ളയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനിടയിലും മോദിക്കെതിരെ പല രീതിയിലുമുള്ള മുദ്രാവാക്യങ്ങളുമായിട്ട് മുന്നോട്ട് വരാനായിട്ട് ഈ ഭീകരവാദ ഗ്രൂപ്പുകൾ തയ്യാറായത്. നമ്മൾക്കറിയാം, ലഷ്കർ ഇ തോയ്ബ അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള പല ഭീകരവാദ സംഘടനകളും പല രീതിയിൽ ഇന്നും ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും തന്നെ ഒരു രീതിയിലും വെച്ചു പുറപ്പിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു പഴുതുപോലും കൊടുക്കാത്തതിന്റെ പേരിലാണ് സ്വസ്ഥമായിട്ട് ഇന്ന് കശ്മീരിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹസൻ നസ്രുള്ളയുടെ കൊലപാതകത്തിൽ പ്രതിഷേധവുമായി വന്ന അവിടെയുള്ള വിഘടനവാദ പ്രസ്ഥാനങ്ങളെ, തീവ്രവാദ സംവിധാനങ്ങളെ അല്ലെങ്കിൽ അവരെ പിന്തുണക്കുന്നവരെ ശക്തമായിട്ട് തന്നെ അടിച്ച് വലിച്ചു കീറുന്ന ഒരു പ്രവൃത്തി നമ്മുടെ സൈനികരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് വലിയ രീതിയിൽ തന്നെ സ്വീകാര്യമാണെന്നതിൽ തർക്കമില്ല. മറ്റൊരു കാര്യം, ഈ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ച ചെറുതും വലുതുമായിട്ടുള്ള പല പ്രാദേശിക ഭീകരവാദ ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ ഈ ഭീകരവാദത്തെ പിന്തുണക്കുന്ന ഇതുപോലെയുള്ള ആളുകളുടെ നേതൃനിരയെ വലിയ രീതിയിൽ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗവും അല്ലെങ്കിൽ ആർമിയും കൃത്യമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ പോലും വരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഹിസ്ബുള്ള പോലെയുള്ള ഭീകരവാദ സംഘടനകൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു തരത്തിലുമുള്ള പിന്തുണയുമായിട്ട് ആരെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അവരെല്ലാം ഇവിടുത്തെ സർക്കാരിന്റെ നോട്ടപ്പുള്ളികളായിട്ട് മാറുന്നു എന്നുള്ളത് കൂടിയാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്തരം, ഒരു സൂചന. ഇത് കേരളത്തിൽ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ആളുകൾക്ക് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ടിനെയും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ ഭീകരവാദ സംഘടനകളെയും എല്ലാം തന്നെ പിന്തുണച്ചുകൊണ്ട് അവർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോഴുമുണ്ട്. ഇവരെല്ലാമാണ് ഹമാസിനെയും ഹിസ്ബുള്ളയെയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഹീറോയായി അവതരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഭീകരവാദ സംഘടനകൾക്ക് ശക്തമായിട്ടുള്ള രീതിയിൽ പിന്തുണ കൊടുക്കുകയും സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഇറാനെ പോലെയുള്ള ഒരു രാജ്യത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇറാനാണ് തങ്ങളുടെ മാതൃരാജ്യം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയ സുഡാപ്പി ഗ്രൂപ്പുകളെ കൃത്യമായിട്ട് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇവർ ആരൊക്കെയാണ്, ഇതിന് നേതൃത്വം നൽകുന്നവർ ആരൊക്കെയാണ്, ഇവരുടെ സ്വാധീനം ഏതെല്ലാം തരത്തിലേക്ക് വളർന്നിട്ടുണ്ട്, സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകൾ ഏതാണ്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണകൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിക്കുന്നൊക്കെ കൃത്യമായിട്ടുള്ള ഡാറ്റ നമ്മുടെ കേന്ദ്ര ഏജൻസികളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അപ്പൊ എത്രത്തോളം വലിയ രീതിയിൽ ഇവിടെ നിന്ന് തുള്ളിച്ചാടാൻ നിന്ന് കഴിഞ്ഞാൽ ഈ തുള്ളിച്ചാടുന്ന ആളുകൾ മുഴുവൻ തീഹാർ ജയിലിൽ പോയി ഉണ്ട തിന്നുന്ന അവസ്ഥ തന്നെയായിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. ആ ഒരു അവസ്ഥ ഇപ്പോൾ PFAയുടെ നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് കാണാൻ സാധിച്ചതാണ്. വർഷങ്ങളായിട്ട് ഏകദേശം 2014 മുതൽക്കേ തന്നെ ഇവിടുത്തെ ഏജൻസികൾ, ഭീകരവിരുദ്ധ സ്ക്വാഡുകൾ, പ്രത്യേകിച്ച് NIA അടക്കമുള്ള പല സംവിധാനങ്ങളും ഇവർ വല്ലാത്ത രീതിയിൽ തന്നെ ഈ PFAയുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് അവർക്ക്
അവർക്ക് ഏതെല്ലാം രീതിയിൽ, ഏതെല്ലാം മേഖലയിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, ഇവർ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്, ഇവർ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നിരീക്ഷിച്ച് ഇവർക്കെതിരെയുള്ള തെളിവുകൾ വ്യക്തമായിട്ട് ശേഖരിച്ചുകൊണ്ട് കോടതിക്ക് ഒരു കാരണവശാലും ഇവരെ ജാമ്യം കൊടുത്ത് പുറത്ത് വിടാനും സാധിക്കരുത്. അതോടൊപ്പം തന്നെ ഇവരെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാൻ അത് മാറ്റിവെക്കാനും അല്ലെങ്കിൽ അത് എടുത്തു കളയാനും നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധിക്കരുത്. കോടതിയെ സത്യം ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള തെളിവുകൾ കൃത്യമായിട്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരു പരിധി വരെ നമ്മുടെ സർക്കാർ ഏജൻസികൾ ഒരുപാട് സമയം കണ്ടെത്തിയത്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം 2014 തന്നെ അവസാനിക്കേണ്ടതായിരുന്നു. അപ്പോൾ അത്രത്തോളം വലിയ രീതിയിൽ പ്ലാനിങ്ങോട് കൂടിയാണ് ഓരോ ഭീകരവാദ സംഘടനകളെയും ഗ്രൂപ്പുകളെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് സംവിധാനങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ ആ സംവിധാനങ്ങൾ ജമ്മു കാശ്മീരിലല്ല, കേരളത്തിലല്ല, രാജ്യത്ത് എവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയും അവരെ നടു റോട്ടിലിട്ട് ചവിട്ടി തേക്കുന്ന തരത്തിലേക്കുള്ള കശ്മീരിൽ ഇന്ത്യൻ സൈന്യം ഭീകരവാദികളോട് ചെയ്യുന്ന അതേ നടപടി കശ്മീരിൽ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ പ്രദേശങ്ങളിലും നടത്തുമെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം തന്നെയാണ് ഈ ഹിസ്ബുള്ളയുടെ തലവനെ വലിയ രീതിയിൽ പ്രകീർത്തിച്ചുകൊണ്ട് പ്രസംഗം അല്ലെങ്കിൽ പ്രകടനം നടത്തിയ ആളുകൾക്കെതിരെ ഇന്ത്യൻ സൈന്യം എടുത്തിരിക്കുന്ന നടപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ജമ്മു കാശ്മീരിൽ. ഇലക്ഷന്റെ എല്ലാ സംവിധാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഇലക്ഷൻ പ്രചരണം പോലും നിർത്തിവെച്ച് ഒരു കരിദിനമായിട്ട് ഹിസ്ബുള്ളയുടെ തലവന്റെ മരണത്തെ പ്രഖ്യാപിച്ച വിഘടനവാദ രാഷ്ട്രീയ സംവിധാനങ്ങളാണ് ജമ്മു കാശ്മീരിൽ പോലും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ ഒരു ഭീകരവാദ തലവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട അംഗങ്ങൾ പരസ്യമായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഇവർക്കെതിരെ പരസ്യമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി മുന്നോട്ട് വരാതെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് അതിശയകരമായിട്ട് തോന്നും. അത്രത്തോളം വികൃതമായിട്ടുള്ള മാനസികാവസ്ഥയിലൂടെയാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും എല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇടതുപക്ഷ പാർട്ടികളോ മറ്റ് സംഘടനകളോ ഒന്നും തന്നെ ഈ ഹിസ്ബുള്ള തലവന്റെ മരണത്തെ വലിയ രീതിയിൽ തന്നെ ജമ്മു കാശ്മീരിൽ അപലപിച്ചുകൊണ്ട് ഭീകരവാദ ഗ്രൂപ്പുകൾ നടത്തിയ പ്രസംഗത്തിനെതിരെ ഒന്ന് ശബ്ദിക്കാനെങ്കിലും ഈ പറയുന്ന രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് എന്ന് പറയുന്ന ആളുകൾക്ക് സാധിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു കാപട്യമാണെന്നും നരേന്ദ്രമോദിയാണ് ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട തലവൻ, ആ തലവൻ സത്യസന്ധമായിട്ടാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ളതും വ്യക്തമാക്കി കൊടുക്കുന്ന തരത്തിലേക്കുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ ഭീകരവാദ സുഡാപ്പി ഗ്രൂപ്പുകളെ തകർത്തെറിഞ്ഞുകൊണ്ട് രാജ്യസ്നേഹികളുടെ വലിയ രീതിയിലുള്ള ഒരു കൂട്ടായ്മ ഇപ്പോൾ വീണ്ടും ഓരോ നിമിഷവും ഉയർന്നു വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നിൽ നിന്ന് വന്നു കഴിഞ്ഞാലും അവരെ ഇല്ലായ്മ ചെയ്യേണ്ടത് ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള നിലയിലേക്കാണ് ഇന്ത്യൻ സൈന്യം കൃത്യമായിട്ടുള്ള നടപടികളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു തരത്തിലുമുള്ള കോംപ്രമൈസും ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കശ്മീരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.